ചേട്ടാ നമസ്കാരം. ഹമാസിന്റെ ആപ്പീസ് പൂട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ. നമ്മൾ കണ്ടതാണ്. ഹമാസ് ഒന്ന് ചൊറിഞ്ഞു, ഇസ്രായേൽ കയറി മാന്തി, അതിനുശേഷം പശ്ചിമേഷ്യയിലെ യുദ്ധം മുഖരിതമാണ്. പക്ഷെ ഇപ്പോ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം ഹമാസിന്റെ സകല ആൾക്കാരെയും ഇസ്രായേൽ പടവാക്കി കഴിഞ്ഞു. ഇനി കൊല്ലാനായിട്ട് ആകപ്പാട് ഒരു യഹിയ സിൻവാർ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യവനാണെങ്കിൽ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാനും നിവൃത്തിയില്ല. കാരണം യവന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹമാസിന്റെ അവിടെയുള്ള അണികളെല്ലാവരും പല ഭാഗത്തേക്കായി ചിതറി ഓടുന്നു എന്നറിയാനും സാധിക്കും. പിന്നെ ഈജിപ്ത് റഫയുടെ അതിർത്തി മാന്താനായിട്ട് ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഹമാസും കൂടെ സംയുക്തമായ ഒരു ചർച്ച നടത്തി നമുക്ക് ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം അത് ഇസ്രായേലിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായപ്പോഴാണ് ഹമാസ് അവിടെ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വലിയൊരു കൂട്ടക്കുരുതി ഈ ഹമാസ് കാരണം പലസ്തീനിൽ ഉണ്ടായി. അവിടെയുള്ള ആൾക്കാർ മുഴുവൻ അനുഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ പെട്ടിരിക്കുന്നത് ഇറാനാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് അഭയം തന്നത് എന്നുള്ള രീതിയിലാണ് ഇറാൻ ചോദിക്കുന്നത്. ഒന്നാമത് നാണം കെട്ടു. ഇസ്മായിൽ ഹനിയെ അകത്ത് കയറി ഇവരുടെ 3 ലെയർ സെക്യൂരിറ്റി ഭേദിച്ച് ഇറാൻ നശിപ്പിച്ചു. ഇറാൻ അവരുടെ ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഹനിയെ. അപ്പൊ അതിന്റെ ക്ഷീണത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഹമാസ് പറയുന്നത് ഞങ്ങൾക്ക് യുദ്ധവും മറ്റൊന്നും വേണ്ട, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത്. എന്താണ് അവിടെ നടക്കുന്ന വിഷയം? ഇത് ഹമാസ് ആദ്യമായിട്ടല്ല ഇസ്രായേലിന്റെ ചർച്ച നടത്തുന്നത്. ഒരുപാട് തവണ ഇസ്രായേലിന്റെ ചർച്ച നടത്തിയിട്ടുണ്ട്. വെടിനിർത്ത് ഇവര് കരാറുകളൊക്കെ ഒപ്പിട്ടൊക്കെ ഉണ്ട്. ഹമാസിനെ സംബന്ധിച്ച് ഈ ചർച്ചയോട് അവർക്ക് വലിയ ഒരു താല്പര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവരെ സംബന്ധിച്ച് ഈ ഹമാസായി നിൽക്കണമെങ്കിൽ അവർക്ക് പണം ആവശ്യമുണ്ട്. ഫണ്ട്, വലിയ രീതിയിലുള്ള ഫണ്ട് ആവശ്യമുണ്ട്. ഇവര് മുൻപോട്ട് വെക്കുന്ന, അതായത് രഹസ്യമായിട്ടാണെങ്കിൽ ഇവര് മുൻപോട്ട് വെക്കുന്ന കുറെ ഡിമാൻഡ്സ് ഉണ്ട്. ഈ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ഇപ്പൊ അമേരിക്കയും ഈജിപ്തും ഖത്തറുമാണ്. ഖത്തർ ഈ ഹമാസിന്, എനിക്ക് പലസ്തീൻ ജനതയ്ക്ക് ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇവര് ഹമാസ് ഈ ചർച്ചയിലൂടെ അവർ മുമ്പോട്ട് വെക്കുന്ന ഡിമാൻഡുകളിലൊന്ന് അവർക്ക് ഇപ്പൊ ഉള്ള ആ യുദ്ധത്തിൽ ഇസ്രായേൽ തിരിച്ചറിയ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു, അത് കോമൺ ആയിട്ട് അവർ പറയുന്ന കാര്യമാണ്. പിന്നെ കുറെ ഫണ്ട് അതിൽ നിന്ന് കിട്ടുക എന്നുള്ള വലിയൊരു ഫണ്ടിനായിരിക്കും അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നും. രണ്ടാമത്തെ കാര്യം, അവരെ സംബന്ധിച്ച് ഇപ്പൊ ഈ താൽക്കാലികമായി വെടിനിർത്തിയാലും അവർ ഈ പണി തന്നെ ചെയ്യും. കാരണം അവരെ സംബന്ധിച്ച് ഒരു കളക്ഷൻ എപ്പോഴും ഉള്ളതാണ് ഈ ക്യാഷിന്റെ മറ്റേ മുമ്പോട്ട് പോകണമെങ്കിലൊക്കെ. അപ്പം ഇപ്പോഴെന്താണ് അവരിപ്പോ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്ന് ചോദിച്ചാല്, ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഇന്നലെ അവരുടെ ആൾക്കാർ പറഞ്ഞത്, അവരുടെ ഈ ഹമാസിന്റെ ആളുകൾ പറഞ്ഞത് തങ്ങൾക്ക് ഈ ചർച്ചയെ വിശ്വാസമില്ലെന്ന്. കാരണം ഈ ചർച്ചയുടെ ഒരു പ്രധാന പ്രശ്നം, ചർച്ചയിൽ ഇസ്രായേൽ അടക്കം മുൻപോട്ട് വെക്കുന്ന ഡിമാൻഡുകളൊന്നും ഈ ബന്ദികളെ മോചിപ്പിക്കണമെന്നൊരു സംഭവം. ഈ ബന്ദികൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ഹമാസിന്റെ ആളുകൾക്ക് പോലും വലിയ ഉറപ്പില്ല. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ, ഈ പിടികൂടപ്പെട്ടവർ അല്ലെങ്കിൽ ബന്ദിയാക്കപ്പെട്ടവരെ ആ സ്പോട്ടിൽ കൊന്നു കളഞ്ഞവരുണ്ട്. പിന്നീട് ഇവരെ അല്ലാതെ കൊന്നു കളഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് ഈ ഹമാസിന്റെ പക്കൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സാധനം ഇല്ല. അതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പൊ ഇസ്രായേൽ മുമ്പോട്ട് വെക്കുന്ന ബന്ദികളാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ബന്ദികളെ മോചിപ്പിക്കുക ആണ് അവരുടെ ഒരു വലിയ ലക്ഷ്യം. കാരണം ആ രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരിയായ ബെഞ്ചമിൻ നെതന്യാഹു നിലനിൽക്കണമെങ്കിൽ ഇത് അനിവാര്യമായ ഘടകം. കാരണം ഈ പോകപ്പെട്ട ഈ ബന്ദികളുടെയൊക്കെ ഇരകളും അവരുടെ ഫാമിലിയും മറ്റു പാർട്ടികളൊക്കെ വലിയ വിഷയം ഇസ്രായേൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഡിമാൻഡ് അതാണ്. ഈ ഹമാസിനാണെന്നുണ്ടെങ്കിൽ ഹമാസിനറിയാം. അപ്പൊ ഹമാസ് അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നലെ തന്നെ അവർ പറഞ്ഞത്, ഈ അജണ്ട വെച്ചിട്ട് ചർച്ച നടത്തിയാൽ ശരിയാകില്ല. അജണ്ട എന്ന് പറഞ്ഞാൽ ബന്ദികളെ വിടണമെന്ന് അവരുടെ അജണ്ട. ഈ ഹമാസിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ഉറപ്പ് കൊടുത്താലും സമയബന്ധിതമായിട്ട്, പെട്ടെന്ന് ദിവസം വിടാൻ പറ്റില്ല, സമയബന്ധിതമായിട്ട് എത്ര പേരെ കൊടുക്കാൻ പറ്റുമെന്നോ എങ്ങനെയാണെന്നുള്ള ഇരുത്. പക്ഷെ ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം, ഈ ഹമാസ് കാണുന്ന ഒരു വലിയ അപകടമുണ്ട്. നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ ഇസ്രായേല് അമേരിക്കയും ഇപ്പൊ ശ്രമിക്കുന്നത് ഇറാന്റെ ഒരു പ്രത്യാക്രമണം. കാരണം ഇറാനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ആ രാജ്യവും ഇസ്രായേലും തമ്മിൽ നേരിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. ഈ ഹമാസിന്റെ തലവനെ കൊന്നത് അവരുടെ രാജ്യത്തായി പോയി എന്നുള്ളതാണ്. അപ്പോ അവരെ ഒന്ന് തണുപ്പിക്കുക, തൽക്കാലം അവിടുത്തെ ടെൻഷൻ ഒന്ന് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം ഈ ചർച്ചയുടെ പേരിൽ കുറെ ദിവസം നീണ്ടുപോയി കഴിയുമ്പോൾ ആ ടെൻഷൻ ഒന്ന് കുറയും, അവിടത്തേക്ക് സെറ്റ് ആകുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത, ഈ ലെബനൻ അടക്കമുള്ളിടത്തേക്ക് ഒരു വിവിധ തലങ്ങളിലുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ സൈനികരുടെ ഈ ലീവൊക്കെ റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു. അസർബൈജിസ്ഥാനിലുമൊക്കെ ഈ ഓഫ് ഡ്യൂട്ടിക്ക് പോയവരെ, അതായത് ചുമ്മാ വിനോദസഞ്ചാരത്തിലൊക്കെ പോയ സൈനികരൊക്കെ തിരിച്ചു വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സബ്മറൈൻസ് അമേരിക്കയുടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഒന്നും കാണാതെ ആ രീതിയിലേക്ക് മുമ്പോട്ട് പോയില്ല. അവരൊരു അടി പ്രതീക്ഷിക്കുന്നുണ്ട്. അടി പ്രതീക്ഷിക്കുന്ന വെച്ച് കഴിഞ്ഞാല്
എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഉം, പലപ്പോഴും ഉം, ഈ ഇറാന്റെ അവിടെ കടന്നു കയറി ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോഴും അതില് ഇറാൻ ഒരു ഉം, പരോക്ഷ സഹായം നൽകിയില്ലെന്നൊരു സംശയം ഉയരുന്നുണ്ട് അവിടെ. കാരണം ഉം, ഈ ഖനിയെ തട്ടുക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഉം, അവര് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതല്ല, അവർ ആദ്യം തന്നെ പ്രതിജ്ഞ എടുത്ത് ഇള തട്ടും. ഉം, അതായത് ഞങ്ങളുടെ അവിടെ ഈ ആക്രമണം നടത്തിയമാരെല്ലാം എവിടെയായാലും തട്ടുമെന്ന് പറഞ്ഞു. ഉം, ഉം, അങ്ങനെ അവർ തട്ടാൻ വേണ്ടി കുറെ നാൾ നിന്നു. അതിന് ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമാണോ എന്ന് എനിക്ക് സംശയമുണ്ടോ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറാൻ അടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് ഞാൻ പറയുന്നത് പോലെ ഈ മുൻപ് അവർ ഉം, ഏപ്രിൽ മാസത്തിൽ അവർ ചെയ്തതുപോലെ കുറെ മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് പായിക്കുകയും ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. തിരിച്ചടിക്കാൻ ഇസ്രായേൽ പോകാൻ സാധ്യത കുറവാണ്, പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ട് ഉം, ഉം, അപ്പോൾ തന്നെ ഈ ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഈ ഈജിപ്തും ഖത്തറും അമേരിക്കയും അടങ്ങുന്ന ഇപ്പൊ ചർച്ച നടത്തുന്ന രാജ്യങ്ങളും പിന്നെ UN ഒക്കെ പെട്ടെന്ന് ഇടപെടുന്നു, ഇറാനുമായി ചർച്ച ഉം, നടന്നു. അങ്ങനെ അതൊരു കോംപ്രമൈസിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇപ്പം ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയിട്ട് അവർക്ക് വൈകാരികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഉം, കാരണം അവരുടെ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല, അവരുടെ പൗരന്മാരെ കൊന്നിട്ടില്ല, ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈ ഇസ്രായേൽ നോട്ടമിട്ട കക്ഷി, അതാ ഞാൻ പറഞ്ഞത് ഇതൊരു അറേഞ്ച്ഡ് ആണോ എന്ന് പോലും ഞാൻ മുമ്പ് ധനുഷിനോട് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് കാര്യം. അതാണ് ഉം, സംശയം. പക്ഷെ എന്തായാലും ഇറാനെ സംബന്ധിച്ച് അവിടുത്തെ ജനതയ്ക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, ഉം, അനിവാര്യതയാണ്. പിന്നെ ആ മേഖലയിൽ ഉം, പശ്ചിമേഷ്യയിൽ ഇറാൻ ഇപ്പോഴും ഒരു ശക്തിയാണ് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ അവര് ഒരു മിസൈൽ ആക്രമണം ഉണ്ടാകും. പക്ഷെ അത് ആളപായത്തിന് വേണ്ടിയിട്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ ഒന്നോ ഉം, രണ്ടോ തവണയായിട്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഈ ഇസ്രായേൽ ഇപ്പം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അലർട്ടും. അടി വരും എന്നുള്ളത് അവരും പറയുന്നുണ്ട്. ഉം, അതൊരു വലിയ ഉം, യുദ്ധത്തിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ഉം, ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സിന് അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയം. ഈ ഇസ്രായേലും അതൊക്കെ തന്നെയാണ്. യുദ്ധത്തിനൊന്നും പോകാൻ സാധ്യതയില്ല. പിന്നെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതാണ് അവരുടെ ഒരു നീക്കം. ഈ സമയത്ത് തന്നെ ഇതിനെ മുതലെടുത്തുകൊണ്ട് ഈ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഉം, മിലിഷ്യൻസും ഒക്കെ ചിലപ്പം ഒരു ആക്രമണം, ബോംബ് സ്ഫോടനങ്ങളൊക്കെ വിവിധ ഇടങ്ങളിലും ഇസ്രായേലിന്റെ സ്ഥാപനങ്ങൾ വിവിധ രാജ്യങ്ങളുള്ളതിലൊക്കെ നടത്താനുള്ള ഒരു സാധ്യത ഉം, കാണുന്നുണ്ട്. അത്രേ ഉണ്ടാകുന്ന ഞാനിപ്പോ കാണുന്ന ഒരു ഉം, ഉം. സാധ്യത അത്രേ ഉള്ളൂ. ഇത് ഈ ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഒരു കോംപ്രമൈസിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഉം, ഇപ്പൊ അടി എന്തായാലും ഉണ്ടാകും. കാരണം ഇറാനെ സംബന്ധിച്ച് ഉം. അവരുടെ പരമോന്നത നേതാവാണ് ഖൊമേനി, ആയിട്ടുള്ള ഖൊമേനിയുടെ അല്ല, ഒരു ഈ ഉത്തരവാണ് നാളെ. ഹമാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഹമാസിന്റെ സകല അണികളും അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പല അന്തർദേശീയ മാധ്യമങ്ങളും പറയുന്നുണ്ട്. പലായനം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഈ ഹമാസിന്റെ പുതിയ തലവനായിട്ടുള്ള യഹിയ സിൻഹാറിന് ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയം കിട്ടുന്നില്ല, എന്നിട്ട് വേണ്ടേ ചർച്ച നടത്താൻ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ചെന്നപ്പോഴേക്കും ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ഒഴിഞ്ഞു പോയിരിക്കും. ഞങ്ങൾ പണ്ടേ പോയി, വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാന്ന് പറഞ്ഞ പോലെയാണ് ഹിസ്ബുള്ള അവിടെ നിന്ന് ആസ്ഥാനം ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അതിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം ഇനി ഇവർക്ക് ഇസ്രായേലിന് നേരെ തിരിച്ച് നടത്താൻ കഴിയും എന്ന് ബിചേട്ടാ വിചാരിക്കുന്നുണ്ടോ? അത് തന്നെ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഉം, ഹമാസിനെ സംബന്ധിച്ച് അവർക്കൊരു ഗ്യാപ്പ് അനിവാര്യമാണ്. ഈ ഉം, കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ എത്ര 8 മാസം 9 മാസമായല്ലേ അടി തുടങ്ങിയിട്ട്. ഇപ്പൊ ധനുഷ് പറഞ്ഞതനുസരിച്ച് അവരുടെ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അവരുടെ ഉം. കയ്യിലുള്ള, കാരണം ഇതിന് എപ്പോഴും ഏത് പരിപാടിക്കും ഒരു ബ്രേക്ക് വേണ്ടേ. അത് അതെ, അതെ. യുദ്ധമാണെങ്കിലും ഇല്ലെങ്കിൽ എന്തിനും ഒരു ബ്രേക്ക് ആവശ്യമാണ്. അതായത് ഇപ്പൊ ഇസ്രായേലിനെ ഉം, സംബന്ധിച്ച് ഒരു ബ്രേക്ക് ആവശ്യമാണ്. കാരണം അവരത് 1 ഇയർ ഉം, പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു യുദ്ധമാണ് ഈ ഹമാസിനെതിരെ നടത്തിയത്. ഉം, അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു ബ്രേക്ക് അനിവാര്യമാണ്. പക്ഷെ അവർക്ക് ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് അവർക്ക് ചില കാര്യങ്ങളിലേക്ക് തീരുമാനം എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച്. അതായത് പ്രധാനമായിട്ട് ഈ ഉം, ബന്ദികളുടെ വിഷയങ്ങളാണ്. അതൊന്നും ഉം, ഹമാസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഒരു ബ്രേക്ക് ആവശ്യമാണ്. ഒരു ചെറിയ, അത് എപ്പോഴും നമ്മൾ ഈ പശ്ചിമേഷ്യയുടെ ഈ ഹമാസ് ഇസ്രായേൽ സംഘർഷം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇവർ ഭയങ്കരമായ അടി നടത്തുകയും ഇടയ്ക്ക് ഒരു വെടിനിർത്തൽ ഉം, വെക്കുകയും പിന്നെ ഒരു ബ്രേക്ക് എടുക്കുകയും പിന്നീട് ഒരു കുറെ നാളുകൾക്ക് ശേഷം ഒരു 8 9 മാസങ്ങൾക്ക് ശേഷം വീണ്ടും, അതായത് ഈ എന്താ ഉം, നമ്മൾ പറയുന്നതൊക്കെ ഈ ഗുസ്തി താരങ്ങളെയൊക്കെ പോലെ അവര് എന്താ ഈ ഇന്റർവെല്ലിന് പോയിട്ട് എന്താ വെള്ളവും ഒക്കെ കുടിച്ച് അവരുടെ കോച്ചൊക്കെ ഒന്ന് ഉം, റെഡിയാക്കിയിട്ട് വീണ്ടും വന്ന് ഇടിക്കുന്നു. അതേ ഒരു മെത്തേഡിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് അവർ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർ കുറെ ഡിമാൻഡ്സ് വെക്കുകയും ഒരു വെടിനിർത്തലിലേക്ക് കാര്യം പോവുകയും ചെയ്യും. പക്ഷെ ഇസ്രായേലിന്റെ ഉം, പ്രധാന ഡിമാൻഡ് ഈ ബന്ദികളെ വിടുക എന്നുള്ളതാണ്. അത് ഉം. എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഈ അഥവാ ഇപ്പൊ ചർച്ച നടന്നൊരു കോംപ്രമൈസിലേക്ക് എത്തിയാൽ അല്ല, ഈ അതിന് വലിയ ബന്ദികൾ ആയുസൊന്നും ഉണ്ടെങ്കിലും ഉണ്ടായി. ഈ ഹമാസ് അവരെവിടെയായിരിക്കും പാർപ്പിച്ചിരിക്കുന്നത്? കാരണം ഇസ്രായേല് പാലസ്തീൻ മുഴുവൻ ചുട്ട് ചാമ്പലാക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെവിടെയാ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത്? അത് ഇസ്രായേൽ ഹമാസിനെ അത് അറിയാമോ? അല്ല, അത് തന്നെയാണ് ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന കാര്യം. അത് തന്നെയാണ്. ഉം, ഉം, കാരണം ഈ ബന്ദികൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ലത്. കാരണം ഉം, ഉം. ഇസ്രായേൽ ജനതയ്ക്കിടയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനൊക്കെ വലിയ ഒരു പ്രതിഷേധം എരന്ന് വാങ്ങേണ്ടി വരും. അതായത് ഓ, ഈ ഹമാസിന് കൃത്യമായിട്ട് അറിയത്തില്ല ഇത് എവിടെയാണെന്ന്. അവന്മാർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഈ കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ.
ഈ അതെ അതെ. കൂട്ടത്തിലുള്ളവന്മാർ എങ്ങോട്ടൊക്കെയാണ് പിടിച്ചോണ്ട് പോയിട്ടുള്ളതെന്നോ എവിടെ കൊന്നിട്ടുണ്ടെന്നോ യാതൊരുവിധ ഐഡിയയും ഈ പോയവരുടെ എണ്ണം ഉം, കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പക്കലുണ്ട്. ഇവന്മാരുടെ ഉം, കയ്യിലുള്ളതിന്റെ എണ്ണം ഇവർ ഇതുവരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഇവരുടെ കയ്യിൽ എവിടെ ഉം, ഉം, ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഇന്നലെ ഏതോ ഒരു ഹമാസിന്റെ ടീം പറയുന്നുണ്ട് അവർ പിടിച്ചോണ്ട് വന്ന വഴി ആളെ തട്ടിക്കളഞ്ഞു. അപ്പം ഉം, ഉം, ഇതൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ 100 പേര് ബന്ദികളാക്കി, ഓക്കെ, അതിനകത്തൊരു 10 പേരെ കൊലപ്പെടുത്തിയെങ്കിൽ ആ 10 പേരുടെ ബോഡി ഉണ്ടാകും, 10 പേരെ കൊലപ്പെടുത്തി, പിന്നെ 90 പേരുണ്ടല്ലോ. 90 പേർ എവിടെയെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരില്ലേ? ഉം, അത് ചെറിയ ഉം, രാജ്യമല്ല ഇസ്രായേല്, കാരണം അവരുടെ ഉം, പൗരന്മാർക്ക് വലിയ ഇത് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം അതാണ് അവരുടെ ഉം, ഒരു വലിയ പ്രശ്നം. ഈ ഹമാസിനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല ഈ ടീമുകളെ കുറിച്ചൊന്നും. ഇതൊരു ഉം, കേന്ദ്രീകൃത സംവിധാനം, ഒരു സേനയൊന്നുമല്ലല്ലോ. ഇപ്പൊ പാക് സേനയോ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിച്ചോണ്ട് വരുന്ന ഉം, യുദ്ധത്തടവുകാരുടെ ഒക്കെ എണ്ണവും കാര്യങ്ങളും അവർക്ക് വേണ്ട ഫെസിലിറ്റി ഒക്കെ കൊടുക്കും. ഈ ഹമാസൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ഈ ആശുപത്രിക്കകത്തും, അതാണ് ഈ ആശുപത്രിയിലും സ്കൂളും അഭയാർത്ഥി ക്യാമ്പും ഒക്കെ വെച്ചിട്ട് അവന്മാർ ബോംബിങ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാ. കാരണം ഇവിടെയൊക്കെ എപ്പോഴും ഹമാസ് ചെയ്യുന്ന പരിപാടി വെച്ചാൽ അവരുടെ താവളങ്ങളായാലും ഇല്ല അവരുടെ കേന്ദ്രങ്ങളായാലും ഒക്കെ ഈ ജനവാസ കേന്ദ്രങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഉം, ആരാധനാലയങ്ങളിലും സ്കൂളുകളിലും പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ ഒക്കെ സ്കൂളുകളിലും ഒക്കെയാണ് ഇവര് അണ്ടർഗ്രൗണ്ടിൽ ആയുധം ഒളിപ്പിക്കുന്നതും അതിന്റെ താഴെ ഈ നിലവറ ഉം, ഉം, അറ ഒരുക്കി താമസിക്കുന്നതൊക്കെ. അവിടെയാണ് ഈ ഉം, ഇസ്രായേൽ വിചാരിക്കുന്നത്. നമ്മളിപ്പോ വിചാരിക്കുന്നത് ചെറുതല്ല. ഇവിടെ ഈ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കങ്ങളാണ് ഇവർക്കുള്ളത്, 13 കിലോമീറ്റർ ദൈർഘ്യമുള്ളത്. കാരണം ഇതിനകത്തൊക്കെ ഇവർ ജീവിച്ച് ട്രെയിൻഡ് ആണ് ഇവര്. അപ്പൊ ഈ ബന്ദികൾ ഉം. എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഈ ഹമാസിന് ഒരു എന്താ ലക്കും ലഗാനും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഇത്. അപ്പൊ ഈ ഒരു ചർച്ച വന്നാൽ സ്വാഭാവികമായും ഹമാസ് ഒരു നമ്പർ കൊടുക്കേണ്ടി വരും. ഉം, ഞങ്ങളുടെ കയ്യിൽ 100 പേരുണ്ട്, ഞങ്ങളുടെ കയ്യിൽ 50 ഉം, പേരെ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ഉം, അത് പറഞ്ഞു ഉം, കഴിഞ്ഞാൽ ഇസ്രയേലിന് അത് അവരുടെ ജനതയോട് പറയേണ്ടതായിട്ടുണ്ട്. 50 പേരുണ്ട്. പക്ഷേ ഈ ഉം, 50 പേരെന്ന് ഈ ഹമാസ് പറഞ്ഞാലും ഈ 50 പേരെ വിട്ട് കിട്ടുക എന്നുള്ളത് വലിയ റിസ്ക്കാണ്. ഉം, ഈ ഉം, ഹമാസ് പറയുന്നതല്ലേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ 50 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും വലിയ തിട്ടമില്ല ഇത് ഉം, എത്രയുണ്ടെന്നുള്ളത്. ഇവിടെയാണ് ഇതിനകത്ത് ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളത്. എന്നാൽ ഉം, സ്വാഭാവികമായിട്ട് ഹമാസ് ആഗ്രഹിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് ഈ വെടിനിർത്തി. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് 90% ഗസ അവരുടെ കയ്യിൽ നിന്ന് പോയി, ഇസ്രായേലിന്റെ സേനയുടെ അധീനതയിലേക്ക് ഗസ എത്തിക്കഴിഞ്ഞു. ഇനി അവിടെ ഉം, വലിയ കളി നടക്കത്തില്ല. അപ്പം തൽക്കാലം ഒരു റെസ്റ്റ് എടുക്കുക, അതിനുശേഷം വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ ഇറാൻ അവിടെ ഒരു വിഷയമേ അല്ല ശരിക്കും. ഉം, ഉം, ഇറാൻ എന്ന് വെച്ചാൽ അവർക്ക്, ഞാൻ ഈ പറഞ്ഞതുപോലെ, ഇറാൻ ജസ്റ്റ് ഒരു അറ്റാക്ക് ചെയ്യുക, അതിനുശേഷം ഉം. ഇറാൻ കോംപ്രമൈസോട് ഇറാൻ മാറും. കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ രാജ്യവുമായിട്ട് ഒരു അല്ല, ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ വിഷയങ്ങൾ. ഒരു ചോദ്യം കൂടെ. അപ്പൊ ഇസ്രായേലിന് ഈ ഹമാസ് ഇപ്പോ ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ്, ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ്, വെടിനിർത്തലിന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണെന്ന് ഹമാസ് പറയുമ്പോഴും ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല ചേട്ടാ, യവന്മാർ ഇത് വെറുതെ പറയുന്നതാണ്. ഇനി ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇനി ഉടനെ തന്നെ ഇവർ ആദ്യം ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇവരുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഇവർ റീചാർജ് ചെയ്ത് അവർ തിരിച്ചു വരുമെന്ന് ഇസ്രായേലിന് അറിയാമല്ലോ. അപ്പൊ ഇസ്രായേൽ ഇത് പൂർണ്ണമായിട്ടും ഇവന്മാരുടെ ഒരു ശല്യത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ഇസ്രായേൽ ഒരു ടെമ്പററി റിലീഫ് എന്നുള്ള രീതിയിലല്ല, ഒരു പെർമനന്റ് റിലീഫ് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ഇസ്രായേൽ പ്രവർത്തിക്കുന്നില്ല? ഈ ഒരു, അതായത് ഇപ്പോ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ സകല നേതാക്കന്മാരെയും വധിച്ചു. ഇനി വധിക്കാനുള്ളത് യഹിയ സിൻവാർ മാത്രമാണ്. അപ്പൊ അയാളുമായിട്ട് ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇതിന്റെ വേരോടെ പിഴുതെടുക്കാനുള്ള ഒരു ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലേ? അപ്പോ ഇസ്രായേൽ അപ്പൊ വീണ്ടും ഇവരെ വളർത്തി വീണ്ടും തിരിച്ചും അടിച്ചും തിരിച്ചും അടിച്ചും അങ്ങനെ കഴിയാനുള്ള ഒരു സെറ്റപ്പാണ്. ചോദ്യം നല്ലതാണ്. പക്ഷെ ഈ ഉം, ഹമാസ് ഒരിക്കലും കീഴടങ്ങില്ല, ഒരിക്കലും ഉം, കീഴടങ്ങത്തില്ല. ആയുധം വെച്ച് കീഴടങ്ങാന്ന് ഒരു പരിപാടി അവർക്കില്ല. പിന്നെ ഇത് തീവ്രവാദമാണ്. അത് ലോകത്തെല്ലായിടത്തുമുള്ള ഒരു സാധനമാണ്. അത് ഉം, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ഉം, ഇതിന്റെ ഈ സ്ലീപ്പർ സെല്ല് മുതല് ഓരോരുത്തരുടെ മൈൻഡിലുള്ള ഭീകരവാദമുണ്ട്. നമ്മൾ ഈ ഭീകരവാദം എന്ന് പെട്ടെന്ന് ഉം, നമ്മുടെ ഉം, 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 മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഭീകരവാദം ഈ കയ്യിൽ ഉം, തോക്കും ബോംബുമായിട്ടുള്ള ഭീകരന്മാരെയാണ്. അതിനേക്കാൾ ഉം, വലിയ ഭീകരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ആ മനസ്സിൽ ഈ ആ സ്വന്തം രാജ്യത്തിനെതിരെ ഉം, വെറുപ്പുള്ള, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെതിരെ ഒരു അവസരം കിട്ടിയ പോരാടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതിനെ ഉം, പൂർണ്ണമായി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തീവ്രവാദം ഇറാഡിക്കേറ്റ് ചെയ്യുക വലിയ ദുഷ്കരമായ കാര്യം. അതിന് ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയുടെ ഒക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത് ഉം, നടക്കില്ല. പകരം ഇപ്പൊ ചെയ്യുന്നത് പോലെ ഒരേ നിരത്തങ്ങ് നിരത്തും. ഇപ്പൊ ഈ ഉം, ഹമാസ് പൂർണ്ണമായും തകർന്നു പോയി എന്ന് കരുതിയാൽ മറ്റൊരു പേരിൽ വേറെ കുറെ പേര് വരും. കാരണം ഇതിനകത്ത് ഉം, ഈ വരുന്നവര് ഈ മതത്തിന്റെ പേരിലാണെന്ന് പറയുന്നത് വെറുതെ പച്ചക്കള്ളമാണത്. അതായത് ഉം. ഇവർക്ക് ശരിക്കും സുഖിക്കുക, ഇവർക്ക് ഈ ആൾക്കാർ ഒരുതരം പ്രത്യേക മനോഭാവമുള്ളവരാണ്. ഡ്രഗ്സ്, എക്സാക്ട്ലി. അതുപോലെ ഒരു സെക്സ്, ഡ്രഗ്സ്, ആ. അങ്ങനെയൊക്കെ ഉള്ളതിൽ രതി വൈകൃതങ്ങളും ഈ ഒരു ഉം, മാനസിക ഉം, നില തെറ്റിയതുമായിട്ടൊരു വിഭാഗമാണിത്. കാരണം ഉം, മതത്തിന്റെ പേരിലാണ് ഇവർ വരുന്നതെങ്കിൽ ഇവർ ഭീകരവാദം അല്ലല്ലോ ചെയ്യേണ്ടത്.
അതിന്റെ ഉം, ഉം, പ്രചാരകന്മാരായിട്ട്, മതത്തിന്റെ പ്രചാരകന്മാരായിട്ട് ലോകമെമ്പാടും സഞ്ചരിക്കുകയല്ലേ വേണ്ടത്, അല്ലേ? ഉം, ഈ ഉം, എത്രയോ ഉം, പേര് പ്രവാചകൻ എല്ലാവർക്കും ഒരു നന്മ ചെയ്തുകൊണ്ട് എല്ലായിടത്തും സഞ്ചരിക്കുകയാണ് വേണ്ടത്, അല്ലേ? സത്യത്തില് ഉം, ഈ പ്രചരണം നടത്തുന്നതിൽ മതത്തിന്റെ ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നത് എല്ലാ മതത്തിലും ഉണ്ട്. ഈ ഹിന്ദു മതത്തിലുണ്ട്, ക്രിസ്ത്യൻ ഉം, മതത്തിലുണ്ട്, ഇസ്ലാം ഉം, ഉം, മതത്തിലുണ്ട്. ഉം, അപ്പം അതേപോലെ ചെയ്യല്ലേ വേണ്ടത്. പക്ഷെ ഉം. അതിന് പകരം ഇവർ ചെയ്യുന്നത് എന്താണെങ്കിലും ദൈവത്തിന് നിരക്കാഴികയല്ലേ പലപ്പോഴും ഇവര് ചെയ്യുന്നത്. അപ്പം അതെ ഈ അതെ. യഥാർത്ഥത്തിൽ ഇത് ഹമാസ് എന്നല്ല ഒരു ഭീകര സംഘടനയും. ഇപ്പൊ ഹിസ്ബുള്ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പേരിൽ അവരെ ഹിസ്ബുള്ള എന്ന് പറയുന്നതേ ഉള്ളൂ. അവരൊരു ഗ്രൂപ്പ് ഉം, അല്ല. അവര് 4 5 ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത്. ഒരു ഉം, ഗ്രൂപ്പിനെ നമ്മൾ തകർത്ത് നമ്മളതിന് കോമൺ ആയിട്ട് പറയുന്നത് ഏതാ, ഹിസ്ബുള്ള എന്ന് നമ്മൾ ഉം, പറയും. ഹിസ്ബുള്ളയുടെ ആക്രമണം വന്നു. ഇവര് ഒരു ഗ്രൂപ്പ് അല്ല. ഒരു ഗ്രൂപ്പ് ആണെങ്കിലല്ലേ ഒരു ലീഡർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് പല ഉം, ഗ്രൂപ്പുകളാണ്. അതായത് ഓരോ പ്രവിശ്യക്ക് ഓരോ ഉം, ഗ്രൂപ്പുകളാണ്. ഇപ്പൊ ബെയ്റൂട്ടാണ് ഇവരുടെ ഉം, ആസ്ഥാനം എന്ന് പറയുമ്പോഴത്തേനും ഇത് ഇവരുടെ ഉം, കോമൺ ആസ്ഥാനമല്ല. ഇത് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയുണ്ട്, ഇറാൻ പിന്തുണയ്ക്കാത്ത ഹിസ്ബുള്ളയുണ്ട്. ഉം, 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 ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും കോമൺ പ്രശ്നം ഫണ്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവന്മാര് ഈ ഒന്നാമതായി ഫണ്ട് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അമേരിക്ക ഇസ്രായേലിനെ എതിർക്കുക, ഇപ്പൊ ഉം, ക്രിസ്ത്യ ഹിന്ദു വിരോധം ഉണ്ടാക്കി വെക്കുക, പിന്നെ ഉം, എരവാദം മുഴക്കുക. ഈ 3 സാധനം ആദ്യം അങ്ങോട്ട് കയറി അടിക്കുക, തിരിച്ചു കിട്ടുമ്പോൾ എരവാദം മുഴക്കുക, പിന്നെ ഫണ്ട് റേസിങ്. ഉം, ഇത് തന്നെയാണ് ഉം, എല്ലായിടത്തും ചെയ്യുന്നത്. ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് സ്കോപ്പില്ല അവിടെ കിടക്കുന്നവന്മാർക്ക്. കാരണം അവിടെ ഉം, വെച്ചാൽ ഈ ഇഷ്ടംപോലെ ഭീകര ഗ്രൂപ്പുകൾ കൂടിയത് കൊണ്ട് ഇപ്പൊ അവന്മാർ തമ്മിൽ അടിയാ, ആര് ഉം, ഉം, അധികാരം പിടിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ അടിയാ. അപ്പം ഉം, അങ്ങനെ ഉം, കിടക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഹമാസ് അങ്ങനെ ഉം, കീഴടങ്ങുകയോ ഇല്ലെങ്കിൽ അവർ ഇല്ലാതാകുകയോ ചെയ്യുമെന്ന് കരുതുന്നില്ല. ഹമാസ് ഉം. എന്നല്ല ലോകത്തെ ഒരു ഭീകര സംഘടന. പിന്നെന്താ വെച്ചാൽ അവരുടെ ശക്തികൾ കുറഞ്ഞു വരും. ഈ ISIS എന്ന് പറയുന്ന ഭീകര സംഘടന ഒന്നായിരുന്നല്ലോ, വലിയ ശക്തിയല്ലായിരുന്നു. അവരുടെ അതെ പേര് അതെ അതെ. കേട്ടാൽ തന്നെ എല്ലാവരും സിറിയയില്. എല്ലാ അതെ അതെ, സിറിയ യമനിലും ഒക്കെ. അപ്പൊ അവരുടെ ഉം, പേര് കേട്ടാൽ തന്നെ കിടുങ്ങി വിറയ്ക്കുന്ന ഒരു ലോകമായിരുന്നു ഉം, ഉണ്ടായിരുന്നുവെങ്കിൽ ഉം, ഇപ്പം എന്തായി അവസ്ഥ? ഇപ്പം ഉം. അവരുടെ ഇപ്പൊ എന്തായി അതിന്റെ അവസ്ഥ? ഇപ്പൊ പേര് അവർ കേൾക്കുമ്പോ പല ചിരിക്കുന്ന രീതിയിലോട്ടെത്തി. ചിരിക്കുന്ന രീതിയിലായി. അവരുടെ പല പല ഗ്രൂപ്പുകൾ വന്നു. ISIS ഉം, ഇറാഖ് മൊഡ്യൂൾ വന്നു, ISIS സിറിയ ഉം, മൊഡ്യൂൾ വന്നു, ഇറാഖ് സിറിയ ഉം, മൊഡ്യൂൾ വന്നു, ISIS പാക് മൊഡ്യൂൾ വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടുന്നത് ഇന്ന് രാവിലെ ഞാനൊരു നാഷണൽ ഡെയിലി കണ്ടപ്പോൾ അതിനകത്ത് കണ്ടത് ISIS മുംബൈ മൊഡ്യൂൾ. മുംബൈ മൊഡ്യൂളിന്റെ ഓ തലവൻ ഇന്ന് പിടിയില്ല. കഴിഞ്ഞ ദിവസം അത് പൂനെ ശരി. മൊഡ്യൂളിന്റെ തലവനായിരുന്നു പിടിയിലായത്. ഇപ്പൊ മുംബൈ മൊഡ്യൂളിന്റെ ഉം, തലവനും 8 പേരും പിടിയിലായി. ജമ്മു കാശ്മീരിൽ ഉം, ISISന്റെ മൊഡ്യൂൾ. അപ്പൊ ഇത് പല വിഭാഗങ്ങളായിട്ട് പിരിയാൻ തുടങ്ങി, പല പല ഇതായി. ഉം, അതാ ഞാൻ പറഞ്ഞത്, ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനൊന്നും കഴിയില്ല. പിന്നെ ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്ന പോലെ ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഒരു ഡോസ് പോലെയും ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു ക്യാൻസർ ആണ്. ഈ സാധനമൊക്കെ ക്യാൻസറിനെ നമുക്ക് ഉം, പൂർണ്ണമായിട്ടും ഒരു പരിധി കഴിഞ്ഞാൽ കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ അതിന് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് കീമോ കൊടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മളതിനെ ഉം, ഒതുക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയേ ഉള്ളൂ ഇത്. പിന്നെ ഇതിന്റെ ഒരു ആത്യന്തികമായ അവസാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ജനം വെറുത്തു തുടങ്ങും. എല്ലാത്തിനും ഉം. ജനത്തിന്റെ ഒരു സപ്പോർട്ട് ആണല്ലോ ഈ നിഷ്പക്ഷമായ അതെ ജനം. അതെ. ആ ജനം വെറുത്തു തുടങ്ങുമ്പോൾ മാത്രമാണ് ഇവർ അകന്നു തുടങ്ങുന്നത്, ഇവർ അകറ്റിക്കളയുന്നത്. ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അധികം ഉം, കാലമൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ ഉം, ബ്രിട്ടണിൽ കാണുന്നതായാലും മറ്റെവിടെങ്കിലും കാണുന്നതായാലും ഒക്കെ ഈ അടിക്ക് തിരിച്ചടി കൊടുക്കാനും അതിനെ ചെറുത്തു നിൽക്കാനും തുടങ്ങും. അപ്പം സ്വാഭാവികമായും ഈ ഇത്തരം പ്രാന്തന്മാരിരുന്ന് ചിന്തിക്കും, അയ്യോ ഞങ്ങള് ചെയ്തത് ശരിയാണോ എന്ന്. ഇല്ലെ, പ്രാന്തന്മാർ ഉം, ചിന്തിച്ചില്ലെങ്കിൽ അവന്മാർക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി അടയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉം, കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജമ്മു കാശ്മീരിലെ ജനം ത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോ കാശ്മീരിൽ തദ്ദേശീയരായിട്ടുള്ളവർ ഉം, റിക്രൂട്ട്മെന്റിങ് ഭീകരന്മാരാകാത്തതും പിന്നെ എന്താ പറയുന്നത്, ഈ കല്ലേറ് നടത്താത്തതും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. കാരണം അവരെ കുറിച്ച് ഉം, ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു, അവരെ അടിച്ചൊതുക്കാൻ കഴിഞ്ഞു, അവർക്ക് ഉം. മെച്ചപ്പെട്ട ജീവിത നിലവാരം വന്നപ്പോ അവർ ആ പണി നിർത്തി. ഇപ്പൊ ഈ അതെ. കാശ്മീരിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവർ മുഴുവൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവരും ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരുമായിട്ടുള്ള ഉം, വിദേശത്തുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് അഫ്ഗാനിലേക്ക് മുൻ പട്ടാളക്കാരും ഒക്കെയാണ്. അവന്മാര് പണി പോയല്ലോ, മറ്റേ അമേരിക്കയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഈ താലിബാൻ വന്ന് അവിടുത്തെ സൈനികരെയൊക്കെ അതെ അതെ. പിരിച്ചു വിട്ടു. അപ്പൊ അവന്മാര് ഉം, ഇവരുടെ എല്ലാം തോക്കുണ്ട്. ഈ സൈനികര് നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. സൈനികര് പോയി കഴിയുമ്പോഴത്തേന് ഈ തോക്കും കയ്യിലിരിക്കുന്ന സാധനം എല്ലാം കൊണ്ടാ പോകുന്നത്. അവൻ അതുമായിട്ട് നിൽക്കുക ഉം, കൊട്ടേഷൻ പോലെ. അവരൊരു ഉം, 10 പേരെ ഉം, വിളിച്ചിട്ട് ഇവന്മാര് പറയും ഒരു കാര്യം ചെയ്യും, പാകിസ്ഥാനിൽ പോയി അല്ല ഇന്ത്യയിൽ പോയി അടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുക ചെയ്യും. അപ്പൊ അതാണ് ഉം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അല്ലാതെ അവിടെ കൊല്ലപ്പെടുന്ന ഒരാൾ പോലും കാശ്മീരിൽ നിന്നുള്ള ഭീകരനില്ല. ശ്രദ്ധേയമായ കാര്യമാണ്. ഉം, പിടിച്ചെടുക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഫോറിനിൽ നിന്ന് വരുന്നതാണ്, അമേരിക്കയുടെ ആയുധങ്ങളാണ്. ഈ അമേരിക്കയുടെ ആയുധങ്ങൾ എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക പോയ സമയത്ത് അമേരിക്കയുടെ തോക്കായിരുന്നു അവിടുത്തെ സൈനികർ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉം, അഫ്ഗാനിസ്ഥാനിലെ ഉം, അവര് പോയി സൈന്യം താലിബാൻ പിരിച്ചു വിട്ടു. അവന്മാരെല്ലാം ഉം, തോക്കുമായിട്ടാണ് വീട്ടിൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉം, അവരുടെ പല പല ആയുധങ്ങളും ഉണ്ട്. അമേരിക്ക ഉം, അവിടുത്തെ അവരുടെ കുറെ ആയുധങ്ങളും ക്യാമ്പും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. പിന്നെ അവന്മാരത് ഉം. വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ കണ്ടിട്ടുള്ളതല്ല അവിടെ വിമാനമൊക്കെ എടുത്തിട്ട് ഇവന്മാര് കളിക്കുന്നതായിരുന്നു താലിബാൻ, അതെ അമേരിക്കയുടെ അതെ വിമാനം. അതെ അതെ അതെ.
അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. അതുകൊണ്ട് ഹമാസ് ഒരിക്കലും കീഴടങ്ങത്തില്ല, അല്ലെ ആയുധം വെച്ച് കീഴടങ്ങത്തില്ല. ഒരുപക്ഷെ കോംപ്രമൈസ് ചർച്ചയിൽ അവർ മുമ്പോട്ട് വെക്കുന്ന ഡിമാൻഡ് ഇതായിരിക്കാം, കൂടുതൽ ഫണ്ട് അവരുടെ പുനരുദ്ധാരണത്തിന്, ഇല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നു പോയി അതിന് വേണമെന്നും പറഞ്ഞിട്ട് കുറെ ഫണ്ട് ചോദിക്കാം ഇസ്രായേൽ. പക്ഷെ ഈ ബന്ദിയുടെ പ്രശ്നമാണ്. ഈ ചർച്ച എങ്ങും എത്താനുള്ള സാധ്യതയും കാണുന്നില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കോംപ്രമൈസ്, ചർച്ച എത്താൻ സാധ്യത ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഹമാസ് ഒരു കറക്റ്റ് നമ്പർ പറയുക, ഇത്രയും ബന്ദികളുണ്ടെന്ന് പറയുക, അത് ഇത്ര നാൾക്കുള്ളിൽ വിട്ടുതരാമെന്ന് പറയുക. രണ്ടാമത്തേത് ഈ പലസ്തീന്റെ അല്ലെങ്കിൽ ഗസയുടെ പുനരുദ്ധാരണത്തിനായിട്ട് ഒരു ഫണ്ട്, അത് പകുതി കൂടുതൽ ഇവന്മാർക്കുള്ളതാണ്, അത് ഇവന്മാർ അടിച്ചെടുക്കുന്ന ഫണ്ടാണ്. ഇങ്ങനെ ഒരു സമാധാന കരാറ് പോകാനേ സാധ്യതയുള്ളൂ. ഇറാന്റെ കാര്യത്തില് പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് എത്താനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം അവരുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റിരിക്കുന്ന ആൾ കുറെ പുരോഗമനവാദിയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ ഇപ്പൊ ഈ ആണവ ഫോർമുലകളും മറ്റുമൊക്കെ, ഫോർമുല ആണവ നിലയങ്ങളും ഒക്കെയാണ്, അതിന് കുറച്ച് കണ്ണടച്ചു കൊടുക്കുകയും പിന്നെ ഇപ്പോഴുള്ള ഉപരോധത്തില് ഒരു ചെറിയ ഇളവുകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അമേരിക്ക ചെയ്തേക്കാം. ഉപരോധം ഇപ്പൊ ഉപരോധത്തിലാണല്ലോ, ഇറാൻ ഉപരോധത്തിലാണ്. ചെറിയൊരു കണ്ണടക്കൽ, അതായത് ലീഗലായിട്ടല്ല, ഇല്ലീഗലായിട്ടൊരു കണ്ണടക്കൽ. അതായത് ഉപരോധം തന്നെയാണ്, പകരം ഒരു ചെറിയ സെറ്റപ്പ് വഴി കൂടെ ഒക്കെ നിങ്ങൾ അപ്പുറത്തൂടെ എന്തെങ്കിലുമൊക്കെ നടത്തിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ അങ്ങ് തീരും. ഇപ്പൊ ഇവന്മാരുടെ കാര്യം ഇങ്ങനെ തീരാനാണ് സാധ്യത. എന്തായാലും ഒരു അടി ഈ ആഴ്ചയിൽ നമുക്ക് പ്രതീക്ഷിക്കാം, യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കിപ്പോ ഹമാസിനേക്കാൾ വലിയ ഒതുക്കാൻ അവർ ഇപ്പൊ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയാണ്. അവരത് ഒരു വശത്തുനിന്ന് ഒതുക്കി തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് മുമ്പ് അവർ ഇസ്രായേൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരുപാട് സ്ഥലത്തുനിന്ന് അടി കിട്ടുക ഞങ്ങൾക്ക് പ്രയാസകരം, അതുകൊണ്ട് ഈ ഓരോരുത്തരെ ഒതുക്കി ഒരു ലൈനിൽ കൂടെ വരിക അവന്മാര്. കാരണം അവന്മാരിന്റെ ഹിസ്ബുള്ള ശക്തമായിട്ട് ഒതുക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബെയ്റൂട്ടിലടക്കം വലിയ രീതിയിൽ ബോംബിങ് ഇസ്രായേൽ നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഹമാസ് ഏതാണ്ട് ധനുഷ് പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു പരുവത്തിലാക്കി നിർത്തിയിരിക്കുക, ആടിയെട്ടി നാശമായിട്ട് നിർത്തിയാണ്. അപ്പൊ ഹിസ്ബുള്ളയെ ഒതുക്കുക എന്നുള്ളതാണ് അവരുടെ അടുത്ത ലക്ഷ്യം. അപ്പൊ അതോടെ കഴിഞ്ഞാൽ പിന്നെ അവര് സേഫായി. ഹൂത്തിയുടെ കാര്യമൊക്കെ സൗദിയും ഹൂത്തിയുടെ കാര്യം സൗദിയും അമേരിക്കയും കൂടെ ഒക്കെ ഹാൻഡിൽ ചെയ്തോളാം, അതിന് പ്രശ്നമില്ല. ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹൂതികളെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഹൂതികൾക്ക് നേരെ മിസൈലുകൾ പായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. അതിന് പിന്നെ സൗദിയും കൂടെ സപ്പോർട്ടാണ്. സൗദി കിട്ടും ഹൂതികളെ. പക്ഷെ എന്തായിരുന്നാലും ഈ ഒരു പലസ്തീൻ സംഘർഷം അത് ഒരുപാട് ആൾക്കാർ മരിച്ചു. എല്ലാത്തിനു ശേഷമാണ് ഹമാസ് ഒരു ചർച്ചയ്ക്കെങ്കിലും തയ്യാറായിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിനൊരു വിശേഷം പറഞ്ഞതുപോലെ ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പോംവഴി ഇല്ല. അത് ആ ഒരു പോയിന്റ് വളരെ ക്ലിയർ ആയിരുന്നു. ഞാൻ അതിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടൊരു പെർമനന്റ് ആയിട്ട്. ശരിയാണ്, അത് കാരണം ഓരോ ആൾക്കാരുടെ മനസ്സിലുമുള്ള ആ ഒരു വിദ്വേഷമാണ് പിന്നീട് വളർന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എത്രയെന്ന് പറഞ്ഞ് ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ ഓരോരോ കരാറുകൾ വെക്കുക, ആ കരാറുകൾ ലംഘിക്കുകയാണെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുക, നമ്മുടെ രാജ്യം സേഫായി വെക്കുക. കാരണം നമ്മുടെ രാജ്യത്തെ കരാറ് ലംഘിച്ചപ്പോഴാണ് നമ്മൾ കയറി അടിച്ചത് എന്ന് വാദിക്കാനായിട്ട് നമുക്കപ്പോ ഒരു ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്കപ്പോ ഒരു സ്റ്റാൻഡ് കാണും. അല്ലാതെ നമ്മൾ വെറുതെ അല്ല കയറി ആക്രമിച്ചത്. ഇപ്പൊ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴും ഇസ്രായേൽ അത് തന്നെയാണ് പറഞ്ഞത്, ഇന്ത്യയൊക്കെ അതിന് സപ്പോർട്ടായില്ലല്ലോ. അതായത് ഇസ്രായേലിനെ ആക്രമിച്ചത് കൊണ്ടാണല്ലോ ഹമാസിനെ തിരിച്ചാക്രമിച്ചത്. അതേസമയം പാലസ്തീനിലുള്ള ജനതയ്ക്ക് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ യാതൊരുവിധ നമുക്കൊരു സ്റ്റാൻഡ് അലോൺ നിലപാടാണ് എല്ലാത്തിലും ഉള്ളത്. ആ നിലപാട് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. അതേസമയം ഇസ്രായേലിന് ആയുധങ്ങൾ ഇന്ത്യ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ 2 ദിവസത്തിനൊക്കെ അറിയാലോ, വ്യാഴാഴ്ചയാണല്ലേ ചർച്ച. വ്യാഴാഴ്ചയാണ് ചർച്ച. ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇന്റർനാഷണൽ മീഡിയസിന് കിട്ടും അതിന്റെ. ഇപ്പൊ വ്യാഴാഴ്ചക്കകം നമുക്കറിയാം എന്തായിരിക്കും ഈ ചർച്ച. ഹമാസ് വെടിനിർത്തലിന് റെഡിയാകുമോ? ഇസ്രായേല് പറയുന്ന ഡിമാൻഡ് അവരുടെ ബന്ദികളെ തിരിച്ചു തരണമെന്നാണ്. അത് തിരിച്ചു കൊടുക്കുമോ? ഇനി ഹമാസിന്റെ കയ്യിൽ ഉണ്ടോ എന്നറിയില്ല, അത് തിരിച്ചു കൊടുക്കുമോ? അതേസമയം ഹമാസ് പറയുന്ന ഡിമാൻഡ് അവർക്കൊരു ഫണ്ട് വേണമെന്നായിരിക്കും. ആ ഫണ്ട് കൊടുക്കാൻ ലോക രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വ്യാഴാഴ്ചയൊക്കെ പറയാം. ഓക്കെ വിചേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.